ഒരാളോടുള്ള നിങ്ങളുടെ സ്നേഹം എത്രത്തോളം നിങ്ങൾ മറച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ മനസ്സ് അവരിലേക്ക് അടുക്കുന്നു. ആർക്കൊക്കെ വേണ്ടി നീ ജീവിച്ചു എന്ന ചോദ്യത്തിന് 1000 നാവിൽ മറുപടി തരുന്നവരോട് നിനക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമുണ്ടാകില്ല. കാരണം സ്വന്തമായി ജീവിക്കാൻ മറന്നുപോയവരുടെ ലോകം കൂടിയാണിത്. ഒരു പെണ്ണ് ഭാഗ്യവതിയാകുന്നത് കാശുള്ള ഒരാളെ വിവാഹം ചെയ്യുമ്പോഴോ സ്നേഹിച്ച ഒരാളെ സ്വന്തമാക്കുമ്പോഴോ അല്ല. മരണം വരെയും സ്നേഹവും സമാധാനവും നൽകുന്ന ഒരു പുരുഷൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. ജീവിതത്തിൽ ഒരു ചെറിയ റിസ്ക് എങ്കിലും എടുക്കാത്തവർക്ക് ഒന്നും നേടാനാകില്ല. ചിലപ്പോൾ ഒരു തവണ പരാജയപ്പെട്ടു എന്ന് വരും. എന്നാൽ അതിൽ നിന്നും ലഭിച്ച പാഠങ്ങൾ നിങ്ങളെ അടുത്ത തവണ കൂടുതൽ കരുത്തുറ്റവരാക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിയുടെയോ കഴിവിൻ്റെയോ ഭാഗ്യത്തിൻ്റെയോ സ്വാധീനത്തിനപ്പുറത്താണ് നിങ്ങളുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ഉള്ള സ്ഥാനം. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നത്. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക. നിങ്ങളുടെ ആവേശങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള പക്വത നേടാൻ ശ്രമിക്കുക. എന്നും നിങ്ങൾ ഇങ്ങനെ ചെറുപ്പമായി ഉണ്ടാവില്ല എന്ന് എപ്പോഴും ഓർക്കുക. എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. ആരിൽ നിന്നും നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തിപരമായതിനാൽ എപ്പോഴും സ്വന്തം വഴികളിലൂടെ മാത്രം നടക്കാൻ ശ്രമിക്കുക. മിക്ക കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഭയപ്പെടുന്ന സ്വഭാവം ഒഴിവാക്കുക. ഭയം നിങ്ങളുടെ മുന്നോട്ടുള്ള ഏതൊരു പാതയിലും തടസ്സം സൃഷ്ടിക്കും. നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നിടത്തേക്ക് പോവുക. അവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം, ആരോഗ്യം, ജീവിതം എന്നിവ മികച്ചതായിരിക്കും. പ്രശംസയും വിമർശനവും സ്വീകരിക്കുക. കാരണം ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്. മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകളെയും അതിന് വഴിവെക്കുന്ന ആളുകളെയും ഒഴിവാക്കാൻ പഠിക്കുക. അത് പക്വതയുടെ അടയാളമാണ്. മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാവുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കൂ. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വച്ച് തന്നെ നടക്കും. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക. തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക. ബന്ധങ്ങൾ സ്വയം തകരില്ല. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല. ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടാൻ ഈ 2 കാര്യങ്ങൾ ചെയ്യുക. ആരുടെയും ആരും ആകാതിരിക്കുക. ആരെയും നിങ്ങളുടെ ആരുമാക്കാതിരിക്കുക.